അമ്മയെ ഉപേക്ഷിക്കാൻ ഭർത്താവ് പറഞ്ഞതിനെ തുടർന്ന് കുടുംബം തന്നെ ഉപേക്ഷിച്ച് അമ്മയുമായി പത്തനാപുരം ഗാന്ധി ഭവനിൽ കഴിയുകയാണ് സിനിമാ സീരിയൽ താരമായിട്ടുള്ള ലൗലി ബാബു. മലയാള സിനിമാ ലോകം അവഗണിച്ച നടി തനിക്ക് ജീവിതത്തിൽ നേരിടേണ്ടി വന്ന അനുഭവം വിതുമ്പലോടെയാണ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു വെച്ചത്. എൻ്റെ മക്കളുടെ സ്ഥാനത്ത് സത്യത്തിൽ സാറിൻ്റെ ഒരു ഗുരുവായിട്ട് ഞാൻ കാണുന്നു. ഇത്രയും ഒരു മൈൻഡ് ഉണ്ടായതിൽ അതെനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. എനിക്കിനി സഹിക്കാൻ പറ്റത്തില്ല. അമ്മയും കൊണ്ട് പോയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞാനും അമ്മയും കൂടെ എന്തെങ്കിലും ചെയ്തു പോകും. പതിനെട്ടിലധികം മലയാള സിനിമകൾ, അന്തരിച്ച നടൻ രാജൻ ബി ദേവുമൊത്ത് ആയിരക്കണക്കിന് നാടകവേദികൾ. ഇപ്പോൾ സീരിയൽ രംഗത്തും സജീവമായ ആലപ്പുഴ മാരാരിക്കുളം സ്വദേശിനി ലൗലി ബാബുവും അമ്മ കുഞ്ഞുമോൾ പോത്തനും ഇന്ന് ഗാന്ധിഭവന്റെ തണലിലാണ്. 92 വയസ്സുള്ള അമ്മയെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞ ഭർത്താവിനെയും കുടുംബത്തെയും അമ്മയെ പരിചരിക്കാൻ വേണ്ടി ഉപേക്ഷിച്ചു. 1 വർഷമായി വീട് വിട്ടിറങ്ങിയിട്ട്. പക്ഷേ ഭർത്താവിൻ്റെയും മക്കളുടെയും മനസ്സ് മാറിയിട്ടില്ല. എൻ്റെ മക്കളെയും സ്വന്തം മക്കളെ പോലെ വളർത്തി. പക്ഷേ അവർക്കും അമ്മ ബാധ്യതയായി. ഇച്ചിരി പൊസസീവ്നെസ് ഉണ്ട്. അതുകൊണ്ട് എൻ്റെ ഭർത്താവ് പണ്ട് തൊട്ടേ അമ്മയായിട്ട് അത്ര സുഖമല്ല. പിന്നെ അമ്മയുടെ സ്വത്തുക്കളെ വിറ്റാണ് ഞാൻ ചേർത്തല, ചങ്ങനാശ്ശേരിയാണ് എൻ്റെ സ്വന്തം സ്ഥലം, അവിടെ വിറ്റാണ് ഞാൻ ചേർത്തല വന്നത്. ചേർത്തല വന്നു കഴിഞ്ഞപ്പം പുള്ളിയുടെ കസ്റ്റഡിയിലായി. പിന്നെ അമ്മയുടെ പേരിലൊന്നും അല്ല ആ വസ്തു, ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ പേരിൽ. അത് അന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നമുക്കൊരു വീട് വയ്ക്കണമെങ്കിൽ അമ്മയും കൊണ്ട് ലോകം മുഴുവൻ പോകണ്ടേ, ബാങ്കിലൊക്കെ പോകണ്ടേ, പ്രായമായി ഇവരെയും കൊണ്ട് പോയിട്ട്, അതുകൊണ്ടാണ് എന്തായാലും നിൻ്റെയും പേര് വെച്ചിട്ടില്ലേ. ഞാൻ അങ്ങനെ, പുള്ളി ദുസ്വഭാവം എന്നുള്ള ഒരാളല്ല, ഇച്ചിരി റൂഡാണ് ആൾ. അത് എന്താണെന്ന് എനിക്കറിയില്ല, അവർ വളർന്ന സാഹചര്യം അങ്ങനെ ആയിരിക്കാം, അതുകൊണ്ടാവാം. എങ്കിലും അതിനെ ഉൾക്കൊള്ളാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാനും ആ കൂട്ടത്തിൽ അങ്ങനെ ആയി. അമ്മയെ മരണം വരെയും പരിചരിക്കണം. പിന്നീട് അങ്ങോട്ട് ഗാന്ധിഭവനിൽ തന്നെ തുടരണം. ആത്മയിൽ അംഗത്വം ലഭിച്ചെങ്കിലും താരസംഘടനയായ അമ്മ അവഗണിച്ചു. അമ്മ എനിക്ക് തരുന്ന മാനസിക സംഘർഷം, എൻ്റെ ജോലി കഴിഞ്ഞ് ഇത്രയും യാത്ര ചെയ്ത് വരുമ്പോൾ എൻ്റേതായ ശാരീരിക ബുദ്ധിമുട്ട്, വീട്ടിലെ ജോലി, ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമിച്ചിരുന്നു. ഞാൻ യൂട്യൂബിൽ ഇത് വന്നതിന് ശേഷം അവർ വിളിച്ചിട്ടില്ല. വിളിച്ചിട്ട് ഒരു മോൻ എന്നോട് പറഞ്ഞു, അമ്മച്ചി ഇത് വേണ്ടിയിരുന്നില്ല, എന്നാൽ എനിക്ക് പരിഭവങ്ങളൊന്നുമില്ല, എനിക്ക് പരാതികളുമില്ല എന്ന് പറഞ്ഞു, മേലാൽ വിളിക്കരുത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. ടെലിവിഷൻ സീരിയലുകളിൽ നിന്ന് വിളി വരുന്നുണ്ടെങ്കിലും അമ്മയെ ഒറ്റയ്ക്കാക്കി മാറി നിൽക്കാൻ ഈ കലാകാരിക്ക് കഴിയുന്നില്ല. പരമാവധി സമയം അമ്മയെ ചേർത്ത് പിടിച്ചങ്ങനെ കിടക്കും. പഴയ ഓർമ്മകൾ ഓർത്തെടുത്തിങ്ങനെ. ഷമീർ, ന്യൂസ് മലയാളം, കൊല്ലം.